ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളെ മുഴുവൻ ഒപ്പ ഹയാത്തുള്ള സമയത്ത് അവരെല്ലാം ഉപ്പാന്റെ ഖാദിമീങ്ങളായിരുന്നു. അവരുടെ രഹസ്യം അവര് തന്നെ അറിയുള്ളൂ. എപ്പോഴെങ്കിലും യൂസുഫാജി ചൂടായ സമയത്ത് പള്ളിന്റെ ചരൂല് വന്നാൽ യൂസുഫ് ഇവിടെ വന്നു പോയില്ലേ, നിങ്ങളാരോ കണ്ടീനിയോ? ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇത് നോക്കിയ എന്റെ കോളാമ്പിയൊക്കെ കഴുകി വെച്ചിക്കണല്ലോ. എങ്ങനെയാ കഴുകലെന്നറിയോ? ആ കോളാമ്പിയിലുള്ള സർവ്വസാധനവും വിളക്കിയിട്ട് അങ്ങോട്ട് കുടിക്കും. അല്പം വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി വൃത്തിയാക്കിയിട്ട് അതും കുടിക്കും. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊല്ലല്ലാഹ് കൊല്ലല്ലാഹ് പഴുനൂപ്പര കൊല്ലല്ലാഹ് ഇതും ചൊല്ലി പോയിണ്ടാവും. നമ്മൾ കാണൂല. മൂപ്പരുടെ കറാമത്ത് ഞാൻ പറയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പമല്ലേ, ഞങ്ങളിങ്ങനെ ഇന്ദിരാഗാന്ധി വെടി കൊള്ളുന്ന സമയത്ത് മൂപ്പർ അന്നത്തെ ഡ്രസ്സ്, ഒരു പാന്റ്, ഒരു പട്ടാള വേഷം, ശരിയായൊരു പട്ടാള വേഷം, തോക്കിന് ബദല് ഒരു വലിയ മുളയെടുത്തിട്ടുണ്ട്. ആ മുളയെടുത്തിട്ട് അതിങ്ങനെ ആയിട്ട് പട്ടാളക്കാര് നടക്കണമാതിരി ഇങ്ങനെ നടന്ന് വന്നിട്ട് പ്രധാന പള്ളിപ്പറപ്പിന്റെ മൂലക്കൽ നിന്നിട്ട് ഡൽഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് വേറൊരു വാക്ക് പറഞ്ഞ് ഈ സദസ്സിന് ചോദിക്കാത്തോട് ഞാൻ ആ വാക്ക് പറയണില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു 10-10:30 പണിയായപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് വെടികൊണ്ട് നമ്മൾ അറിയുന്നത്. അപ്പോ അവരുടെ കാഴ്ച എത്ര അകലം, എത്ര നേരത്തെ അത് അവർ മനസ്സിലാക്കിയിട്ട് ഉപ്പ പറയാറുണ്ട്, യൂസുഫിന് ചൂടായാൽ മറണ്ടാവില്ല കേട്ടോ. യൂസുഫിന് ചൂടായാൽ പിന്നെ ഒരു മറയുണ്ടാവില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചാലുണ്ടല്ലോ, ആ ഒളിപ്പിച്ച് വെച്ച സാധനം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പെട്ടി തുറന്നിട്ടോ അല്ലെങ്കിൽ ആക്രമിച്ചിട്ടെങ്കിലും ആ സാധനം എടുത്തിട്ട് പോകും. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. നമ്മളെ കാഴ്ചയിൽ ഹക്കും പാത്തിലൊന്നുമില്ല, പറയാല്ലല്ലോ ആരാന്റെ എടുക്കാൻ പാടുണ്ടോന്നൊക്കെ ചോദിക്കും. അതൊന്നും അവിടെ വിഷയമല്ല. ആ പെട്ടിന്റെ ഉള്ളത് അതും പിടിച്ച് പറിച്ചിട്ടാണെങ്കിൽ മൂപ്പരെടുത്ത് കൊണ്ടുപോകും. അതിലെന്തെങ്കിലും വേറെ രഹസ്യം ഉണ്ടാവും, അല്ലാഹു അലം. എന്നാലും അങ്ങനെയാണ് മഹാനഗർ